നമ്മളുടെ എല്ലാം ചെറുപ്പത്തിലെ ഉള്ള ഒരു ഓർമ്മയുണ്ടായിരിക്കും. നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാൻ എന്ത് മടിയായിരിക്കും അല്ലേ? അപ്പോൾ ആ കട്ടിലെ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴത്തേക്കിൽ ഒന്നുകിൽ അപ്പനോ അമ്മയോ വന്നിട്ട് സ്കൂളിൽ പോകണ്ടേ എഴുന്നേക്കെന്ന് പറഞ്ഞ് പിടിച്ചു കുലുക്കി എഴുന്നേൽപ്പിക്കുക അല്ലേ? ഒരു വേക്കപ്പ് കോൾ. പലർക്കും ഓർമ്മയുണ്ടാകും അത്. ഇപ്പോഴും നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴും അല്ലേ സ്കൂളിൽ പോകാൻ മടി വരുമ്പോൾ അമ്മ ഇങ്ങനെ വന്ന് ഉണർത്താറില്ലേ? അതിന് വേക്കപ്പ് കോൾ എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരു വേക്കപ്പ് കോളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഈ വാക്യത്തിൽ 3 തരം ആൾക്കാരെ അപ്പോസ്തലൻ പറയുകയാണ്. ഒന്ന് മരിച്ചവരാണ്, ഒന്ന് ഉറങ്ങുന്നവരാണ്, മൂന്നാമത് ഉണർന്നവരാണ്. ഒന്ന് മരിച്ചവരാണ്, 2 ഉറങ്ങുന്നവരാണ്, മൂന്നാമത്തവർ ഉണർന്നവരാണ്. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഈ മരിച്ചവരാരാണെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. ആ ലേഖനത്തിൻ്റെ ഭാഷയാണത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുയേശുവിൽ ജീവിപ്പിച്ചു. അപ്പം അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിച്ചിരുന്ന ആ അവസ്ഥേനെ ഒരു മരണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് ആ എപ്പിസോഡിൻ്റെ, ആ ലേഖനത്തിൻ്റെ ഭാഷയാണ് അത് പറയുന്നത്. മരിച്ചവരോട് ഉപമിച്ചിരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആയപ്പോഴത്തേക്ക് 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ഉറങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. ഇവർ മരിച്ചവരല്ല, ഉണർന്നവരായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ഉറങ്ങുകയാണ്. അവരോടാണ് ഈ എഴുന്നേൽക്കാനായിട്ട് പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആത്മീകമായിട്ട് ഉറങ്ങുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥേനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അല്ലെങ്കിൽ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായിട്ട്, ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ജീവിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാകും. എന്നാൽ ആത്മീകമായി ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ്സിൻ്റെ സ്റ്റേറ്റാണ്. ആത്മീയമായിട്ട് ഒരുപക്ഷെ നേരത്തെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്നൊരു സന്തോഷം ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കില്ല. വേർഷിപ്പിന് വരുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷത്തോടെ വന്നിരുന്നായിരിക്കാം, പക്ഷെ എത്ര വേർഷിപ്പ് ചെയ്യുമ്പോഴും അതിലൊന്നും ഇൻവോൾവ് ആകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു വചനം കേൾക്കുമ്പോഴത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? അല്ലെങ്കിൽ ഉള്ളിലൊന്നും തോന്നുന്നില്ലാത്തൊരവസ്ഥ. അതൊരു ഉറങ്ങുന്ന അവസ്ഥയാണ്, ആത്മീകമായിട്ടുള്ള ഒരു ഉറക്കം. അങ്ങനെയുള്ളവരെ അപ്പോസ്തലൻ പറയുകയാണ്, ഉറങ്ങുന്നവരെ ഉണരണം എന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു ബൈബിളിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ 4 ടൈപ്പിൽ ആളുകൾ ഉറങ്ങുന്ന, ആത്മീകമായിട്ട് ഉറങ്ങുന്ന. ഉറക്കം നല്ലതാണ് കേട്ടോ, പക്ഷെ ഇവിടെ പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഉറക്കം, ആത്മീകമായിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 45-46 വാക്യങ്ങൾ ഞാൻ വായിക്കാമേ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു, ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. ഒന്നാമതിവിടെ നമ്മൾ കാണുന്ന ഉറക്കം എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ ഉറക്കമാണ്, ഡിസൈപ്പിൾസിൻ്റെ. അവിടെ ആ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവർ എന്തുകൊണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്? വിഷാദത്താൽ ഉറങ്ങുകയാണ്. നമുക്കതുകൊണ്ട് ഈ ഉറക്കത്തിനൊരു പേര് കൊടുക്കാം, സ്ലീപ്പ് ഓഫ് സോറോ. അവർ വിഷാദം കൊണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിഷാദം വന്നാൽ ആളുകൾ ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഈ ശിഷ്യന്മാരുടെ അവസ്ഥയൊന്ന് നോക്കാമേ.
ഒരു 3.5 വർഷം മുമ്പ് യേശുവിനെ സകലതും വിട്ട് ഇവരെ അനുഗമിച്ചവരാ. അവർ ആ റബ്ബിയുടെ പുറകെ പോകുമ്പോൾ ഇവർക്ക് ഒത്തിരി പ്രതീക്ഷകളായിരുന്നു. അവർക്കൊരു ജീവിതത്തിൽ ഒരു പുതിയ പേർപ്പസ് കിട്ടിയതുപോലെ ഒക്കെ ആയിരുന്നു. അവർക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. യേശു അവരെ ട്രെയിൻ ചെയ്തു, യേശു അവരെ പലതും പഠിപ്പിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അവരോട് സംസാരിക്കുവാൻ പഠിപ്പിച്ചു. എല്ലാം അവരുടെ ആ മിനിസ്ട്രി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ 5 അപ്പം കൊണ്ട് 5000 യേശു പോഷിപ്പിക്കുമ്പം ആ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആളുകൾ യേശുവിനെ രാജാവാക്കണം എന്നൊക്കെ പറയുന്നത് ഈ ശിഷ്യന്മാർ കേട്ടതാ. ഇവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ യഹൂദന്മാരുടെ ഈ റോമാക്കാരുടെ ഭരണമൊക്കെ മാറ്റി ഒരു നല്ല രാജാവായിട്ട് യേശു വരുമായിരിക്കും, നല്ലൊരു ലീഡർ ആകുമായിരിക്കും അല്ലേ. അത് ഏറ്റവും അവർക്ക് പ്രതീക്ഷ നൽകിയ ഒരു സംഭവമായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ഒരാഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം. യെരുശലേമിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ സകലരും വിളിച്ചു പറഞ്ഞു, ഹോശന്ന, ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു രാജാവിനെ സ്വീകരിക്കുന്നത് പോലെ അവരുടെ തലസ്ഥാന നഗരിയായ യെരുശലേമിലേക്ക് തുണിയും കൊമ്പുകളും ഒക്കെ വിരിച്ചിട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷയായിരുന്നു, ഞങ്ങളുടെ ഗുരു ഒരു വലിയ ലീഡറാകും എന്നുള്ളത്. പക്ഷേ രാജാവാകുമെന്നുള്ളവരുടെ പ്രതീക്ഷയെ ഒക്കെ തിരുത്തിക്കൊണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു അവരോട് സംസാരിച്ചു, ഞാനിവിടെ നിന്ന് പോവുകയാണെന്നുള്ളത്. യേശു കർത്താവ് അപ്പം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പക്ഷെ നിങ്ങൾ ഈ ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കും. 3.5 വർഷം അവരവരുടെ ലൈഫ് മുഴുവൻ ഈ റബ്ബിയുടെ കൂടെ നടന്നു. യേശു അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പം പറയുകയാണ് യേശു പോവുകയാണെന്ന് മാത്രമല്ല, യേശുവിന് യെരുശലേമിൽ ചെന്നിട്ട് സംഭവിക്കാനുള്ള കാര്യങ്ങളും ആ കഷ്ടത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ ഫുൾ രൂപം അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും കുറേ അധികം കാര്യങ്ങൾ യേശു അവരോട് സംസാരിച്ചു. അവരുടെ മനസ്സ് വലിയ വിഷാദത്താൽ നിറഞ്ഞു. തങ്ങളുടെ ഗുരു, അവർ യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നവരാ. അപ്പം ഗുരു വിട്ടു പോകുവാന്നുള്ള ആ ഒരിതിലാണ് ഇവർ കിടന്നു ഉറങ്ങുന്നത്. ഇവരുടെ ഈ ഉറക്കത്തെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നമുക്കും ചില സമയത്തുണ്ടല്ലോ ഒരു പരിധിയിൽ കൂടുതൽ ഒത്തിരി ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഇങ്ങനെ പറയാറുണ്ട്, ഇമോഷണലി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങ് ഉറങ്ങും, ഒന്നും ചിന്തിക്കാതെ കടന്നങ്ങ് ഉറങ്ങും. അതൊരു നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം കൂടി. അങ്ങനെ അങ്ങ് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഉറങ്ങി അതിനെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പക്ഷെ അവരുടെ വിഷാദം കൊണ്ട് നിറഞ്ഞതുകൊണ്ടുള്ള ഒരു ഉറക്കം. പക്ഷേ യേശു കർത്താവ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗെത്സമന തോട്ടത്തിൽ ഇവർ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് യേശു അവരെ ഗെത്സമന തോട്ടത്തിൽ കൊണ്ടുവന്നത്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് അവർക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്നല്ല. ക്ഷീണം കൊണ്ടുള്ള ഉറക്കമല്ല, അത് വ്യസനത്താൽ ഉറങ്ങിയതാണെന്ന് ഇവിടെ നമ്മൾ വായിച്ചല്ലേ. അവർക്ക് പ്രാർത്ഥിക്കാൻ മടിയായതുകൊണ്ടും അവർ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല, അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ദുഃഖം അധികമായിട്ട് അവർ കിടന്നങ്ങ് ഉറങ്ങും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പക്ഷേ യേശു കർത്താവ് ഇവിടെ കൊണ്ടുവന്നപ്പം അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. യേശുവും പ്രാർത്ഥിക്കുവാനും ശിഷ്യന്മാരും ഒപ്പം പ്രാർത്ഥിക്കുവാനുമാണ് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരുമ്പം നമുക്കും അതെല്ലാം വിട്ട് ഓടിപ്പോകുവാനും വേദനിക്കുവാനും ഒക്കെയാണ് തോന്നുക. പക്ഷെ കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇനിയും നമ്മൾക്ക് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്താണെന്നറിയാമോ? ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. എന്തിനു വേണ്ടിയാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അവരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. അതിൻ്റെ അർത്ഥം നാളെ അവിടെ ഉണ്ടാകാൻ പോണ പ്രശ്നങ്ങൾ, യേശുവിൻ്റെ ക്രൂശീകരണം, അറസ്റ്റ്, ഇതൊന്നും സംഭവിക്കില്ലെന്നാണോ? ഇല്ല. ആ പ്രശ്നങ്ങളെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും അതിലകപ്പെടാതിരിക്കാൻ. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചിലപ്പം സർക്കംസ്റ്റാൻസസ്, നമ്മുടെ സാഹചര്യങ്ങൾ മാറണമെന്നില്ല, പക്ഷേ ആ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്ന രീതിയെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും.
അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, നിൻ്റെ വേദന ആർക്കും മനസ്സിലാകുന്നില്ല, അത്രയ്ക്ക് വിഷമങ്ങളിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സ് ഒരു നിൽക്കുന്നില്ല, പിടിച്ചാൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ചില സമയത്തുണ്ടല്ലോ യേശു കർത്താവ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പറയുന്നതെന്ന് തോന്നും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, കർത്താവ് പറഞ്ഞു നിൻ്റെ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. നമ്മളോട് ഒരാളൊരു ദ്രോഹം ചെയ്യാൻ വന്നാൽ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു വാള് ഉറയിൽ ഇടുക എന്നാണ് പഠിപ്പിച്ചത്, അല്ലേ? നാച്ചുറൽ ആയിട്ടുള്ളതിൽ നിന്നും കുറച്ചും കൂടെ നല്ലൊരു റെസ്പോൺസ് കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദുഷ്ടനോട് എതിർക്കരുത്, വയലൻസിൻ്റെ സർക്കിൾ നിർത്തുക എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എന്ന് പറഞ്ഞതുപോലെ വേദന വരുമ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല, അത് ടെൻഡൻസി അങ്ങനെയാണ് വരുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കേ. പ്രാർത്ഥിക്കാതിരുന്ന ശിഷ്യന്മാർ ആ സാഹചര്യം വന്നപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്ത രീതികൾ അറിയാം നമുക്ക്, അല്ലേ? കർത്താവ് എന്താ പറഞ്ഞ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ സമയത്ത് ഉറങ്ങിപ്പോയ പത്രോസ് എന്തൊക്കെയാണ് ചെയ്തത്? ഒന്ന്, മൽക്കോസിൻ്റെ കാതറുത്ത് കളഞ്ഞല്ലേ, യേശുവിൻ്റെ കൂടെ നടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചിട്ടുള്ള പത്രോസും ആ ജീവിത സാഹചര്യം വന്നപ്പം ശരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് നോക്കിക്കേ, യേശുവിൻ്റെ ആ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. മൂന്നാമത് നമുക്കറിയാം, പത്രോസ് താൻ ഏറ്റവും സ്നേഹിച്ച ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യേശുവിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും ഒരു ജോലിക്കാരിയുടെ മുമ്പിൽ പോലും അങ്ങനെ പത്രോസ് ചെയ്തു, അല്ലേ? ഇതാ കർത്താവ് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ഇതിനെയാണ് അകപ്പെടുക എന്ന് പറയുന്നത്. അതായത് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസുകൾ, നമ്മൾ പ്രതികരിക്കുന്ന രീതികൾ തെറ്റിപ്പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഗത്സമനയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് മെക്കാനിസം അല്ലായിരുന്നു, പക്ഷേ അതൊരു ട്രെയിനിങ് ആയിരുന്നു അവർക്ക് കൊടുക്കാൻ യേശു ആഗ്രഹിച്ചത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം എങ്ങനെ നേരിടണമെന്ന്, അല്ലേ? നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഹൗ പ്രെയർ പ്രിപ്പയർസ് അസ് ഫോർ ടഫ് ടൈംസ്. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് പ്രാർത്ഥന, അല്ലേ, എന്ന് പറയുന്ന ആ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മുടെ ഹൃദയം പകരുന്ന ആ ഒരു പ്രോസസ്സ്, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന ആ കാര്യം എങ്ങനെയാണ് മോശം സാഹചര്യങ്ങളിൽ, ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്, ഇറ്റ് സ്ട്രെങ്തൻസ് ഇന്നർ റിസോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവ് ആ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇതാരാ പറയുന്നത്? യേശുവാണ് പറയുന്നത്, അല്ലേ? എൻ്റെ ഉള്ളത്തിലെ വേദന എന്ന് പറയുന്നത് മരണവേദന പോലെയുള്ള വേദനയാണ്, അല്ലേ? വേദന വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടെന്ന് പറയാം കേട്ടോ. ചിലർ ചിന്തിക്കാറുണ്ട്, അയ്യോ എനിക്ക് വേദന വന്നാൽ, ഒരു രോഗം വന്നാൽ പറയാമോ? പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും അത് ശരിയാവില്ലല്ലോ, അത് എൻ്റെ കൺഫെഷൻ ശരിയാവില്ലല്ലോ, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. കർത്താവ് വേദന വരുമ്പോൾ പറയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്നിട്ട് കർത്താവ് എന്താ ചെയ്ത? മുഖം നിലത്തു വീണ് പ്രാർത്ഥിച്ചു, അല്ലേ? വിഷമം യേശു കർത്താവ് മറക്കുകയല്ല, അത് പറയാതിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് അത് പറഞ്ഞു. എന്നിട്ട് ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും മുഖം ദൈവസന്നിധിയിൽ അമർത്തുകയും ചെയ്യുകയാണ്, അല്ലേ? രണ്ടാമതൊരു കാര്യം, ബ്രിങ്സ് പീസ് എമിഡ് കയോസ്. പ്രശ്നങ്ങളുടെ നടുവിൽ ലോകത്തിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു സമാധാനം നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ടുതരും. കാരണം എന്താണെന്നറിയാമോ? ഗത്സമനയിലെ പ്രാർത്ഥനയുടെ ഇടയിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്കാണ്, കൂടെ ആരുമില്ല പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം എന്താ സംഭവിച്ചത്. യേശുവിൻ്റെ ദേഹത്ത് നിന്ന് വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് വീഴാൻ തുടങ്ങിയെന്നവർ, അത്രയും മരണവേദനയിൽ കൂടെയാണ് യേശു കർത്താവ് പോകുന്നത്. ആ സമയത്ത് പറയുന്നത്, ഒരു ദൈവത്തിന്
ഒരു ദൂതൻ അവനെ വന്ന് ബലപ്പെടുത്തിയെന്ന്, അല്ലേ? നമ്മൾ വിചാരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന വാക്കുകളുടെ ഒന്നുമല്ല, നമ്മൾ ആരുടെ എടുക്കലാണ് വന്നിരിക്കുന്നതെന്നുള്ള ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ വിഷയം, അത് എന്തവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു അത് തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാച്ചുറലായിട്ട് ഇത് ചെയ്യാൻ തോന്നത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച മാതൃക നമ്മളെ നെക്സ്റ്റ് ടൈം ഇത് എൻകറേജ് ചെയ്യട്ടെ. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് അലൈൻസ് അസ് വിത്ത് ഗോഡ്സ് വിൽ. അലൈൻസ് അസ് വിത്ത് ഗോഡ്സ് വിൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്ന എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാനൊരു പ്ലാൻ കണ്ടുപിടിച്ചിരിക്കുന്നു, ആ പ്ലാൻ ദൈവസന്നിധി കൊണ്ടുവച്ചിട്ട് ഇതുപോലെ നടത്തി തരണം എന്ന് ദൈവത്തെ കൊണ്ട് സാങ്ഷൻ ചെയ്യിച്ചെടുക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. എന്നാൽ ശരിയായ പ്രാർത്ഥന ഇവിടെ കർത്താവ് പഠിപ്പിച്ചു തരികയാണ്. കർത്താവ് പ്രാർത്ഥനയുടെ ആ തുടക്കത്തിൽ കർത്താവിൻ്റെ വേർഡ്സ് തന്നെ ഞാൻ പറയാം. കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ. പ്രിയമുള്ളവരെ, നമ്മൾക്കും ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിൽ ഓരോ സൊല്യൂഷൻസ് ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥന തുടങ്ങി അവസാനിപ്പിക്കുമ്പം യേശു കർത്താവ് പറയുന്ന വാചകം ഇതാണ്: നോട്ട് മൈ വിൽ ബട്ട് യോഴ്സ് ബി ഡൺ. എങ്കിലും എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നടക്കട്ടെ. ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ പ്ലാനുകൾ ദൈവത്തോട് പറയുന്നു, പക്ഷേ അത് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നു. ഹല്ലേലൂയ, അല്ലേ? എന്തൊരു സംഭവങ്ങൾ അതിൽ നടക്കുന്നത്. ഇറ്റ് ഇലൂമിനേറ്റ്സ് ദ പാത്ത് ഫോർവേഡ്. യേശുവിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ട് എന്ന് തോന്നുന്ന ഒരു ദിവസമാണത്. കാരണം റോമൻ പടയാളികൾ ഒരു കള്ളനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ യേശുവിനെ രാത്രിയിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അതും എനിക്ക് തോന്നുന്നു ഏറ്റവും ശിഷ്യന്മാർക്ക് ഷോക്കിംഗ് ആയിട്ടുണ്ടാവുന്ന ഒരു കാര്യമുണ്ട് അതിൽ. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് ആരാണ്? ഇവരുടെ കൂടെ 3.5 വർഷം നടന്ന ഒരാൾ, യൂദായ ഒറ്റിക്കൊടുക്കുന്നത്, അല്ലേ? ഇസ്കറിയോത്ത യൂദ വന്ന് ഉമ്മ കൊടുത്തപ്പം എന്തൊരു ഷോക്കായിരിക്കും ആ ശിഷ്യന്മാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ. തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ചതിച്ചേക്കുന്നത്, അല്ലേ? ഒരാളാണ് ചതിച്ചേക്കുന്നത്. അവർക്കുണ്ടാകുന്ന ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ്. പക്ഷേ നമ്മൾ യേശു കർത്താവ് പ്രതികരിക്കുന്ന രീതി കണ്ടോ? യൂദായോട് നമ്മളാണെങ്കിൽ ചിലപ്പം വയലൻ്റായിട്ട് എന്നെ ചതിച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം. യൂദായെ, ഈ ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം, അല്ലേ? യേശു പ്രതികരിച്ച രീതി, അല്ലേ? മൽക്കോസിൻ്റെ കാതറുത്ത് താഴെ വീണ് കിടക്കുമ്പം അതെടുത്ത് ഹീൽ ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അല്ലേ? ഇലൂമിനേറ്റ്സ് ദ പാത്ത് ഫോർവേഡ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം പ്രശ്നങ്ങളുടെ നടുവിലും കൂടുതൽ പ്രശ്നം വഷളാക്കാതെ എന്താ പറയുന്ന ഒരു മെച്യൂരിറ്റിയിലോട്ട് ദൈവം കൊണ്ടുവരും. അടുത്തത്, ഇറ്റ് ഇൻവൈറ്റ്സ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സമ്മതിക്കുകയാണ്, എൻ്റെ ദൈവമേ, അങ്ങയുടെ ബലം ഞങ്ങൾക്ക് വേണം, അല്ലേ? അങ്ങയുടെ കരം ഈ വിഷയത്തിൽ വേണമെന്നാണ് നമ്മളാണ് പറയുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയും ആ ചെയ്യുന്ന ആ പ്രോസസ്സിന് വലിയ ശക്തിയാണ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കുക, ക്വീൻ എസ്തർ, അല്ലേ? എസ്തർ രാജ്ഞിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എസ്തറിൻ്റെ ജീവിതത്തിൽ എസ്തർ രാജ്ഞിയായെന്നുള്ളത് ഒരു വലിയ സംഭവമാണെങ്കിൽ പോലും രാജ്ഞി ആയതിൻ്റെ ഒരു പേർപ്പസ് ആയിട്ട് നമ്മൾ ആ ബുക്കിൽ വായിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പർട്ടിക്കുലർ ഡേയിൽ രാജ്ഞി അറിയുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായിൽ കൂടെ ഈ രാജ്ഞി അറിയുകയാണ്, ഒരു പുതിയ നിയമം വന്നിരിക്കുകയാണ്. യഹൂദന്മാർ മുഴുവൻ, ആ സാമ്രാജ്യത്തിലെ യഹൂദന്മാർ മുഴുവൻ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ദിവസം കൊല്ലപ്പെടുമെന്നുള്ളത്. ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന. രാജ്ഞി അടുത്തത് എന്താ ചെയ്യുന്നത്?
രാജ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായി പറഞ്ഞു, നീ പോയിട്ട് രാജാവിനോട് പറയണം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട്. പക്ഷേ രാജ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത 30 ദിവസം എനിക്ക് രാജാവിൻ്റെ സന്നിധിയിൽ പോകാൻ പറ്റില്ല. കാര്യം നമ്മളുടെ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഭർത്താവാണ് അഹശ്വേരോഷ് രാജാവ്. പക്ഷേ അന്നത്തെ മേദ്യ പേർഷ്യ ചക്രവർത്തിയുടെ, അതും പ്രത്യേകിച്ച് അഹശ്വേരോഷ് എന്ന് പറയുന്ന ആ രാജാവ് എന്ന് പറയുന്ന ഒരു എക്സെൻട്രിക് ക്യാരക്ടർ പോലെ നമ്മൾ വായിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരും, എന്താ തീരുമാനം എടുക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരാളുടെ അടുക്കൽ അവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രാജാവ് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ രാജസന്നിധിയിലോട്ട് കയറി വരികയാണെന്ന് വിചാരിക്കുക. രാജാവിൻ്റെ കയ്യിലൊരു പൊൻചെങ്കോലിരിപ്പുണ്ട്. അത് നീട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് കൊല്ലപ്പെടും, ആ കോർട്ട് റൂമിൽ വെച്ച് കൊല്ലപ്പെടും. പക്ഷേ രാജ്ഞി പറയുകയാണ്, മൊർദെഖായോട് പറയുകയാണ്, ഇതാണ് എൻ്റെ അവസ്ഥ, രാജാവ് എന്നെ വിളിപ്പിച്ചിട്ടില്ല, ഞാൻ എങ്ങനെ ചെല്ലുമെന്ന് പറയുമ്പം മൊർദെഖായി എസ്തറിനോട് പറയുന്ന ഭാഗമുണ്ട്, നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, ഇന്ന ഒരു ദിവസത്തിനേക്കായിരിക്കും ദൈവം നിന്നെ ഈ പൊസിഷനിൽ കൊണ്ടുവന്നെന്നൊക്കെ സംസാരിച്ചു കഴിയുമ്പം എസ്തർ രാജ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായോട് പറയാണ്, ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും 3 ദിവസം നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, ഞാനും എൻ്റെ ജോലിക്കാരികളും അതേ കാര്യം ചെയ്യും. എസ്തർ രാജ്ഞി അന്നു മുതൽ 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം മുഖത്തേക്ക് നോക്കി. ഒരു പ്രശ്നം വരുമ്പോൾ നാളെ എന്താണെന്നറിയില്ല, രാജസന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ചിലപ്പോൾ കാര്യം നടക്കും, പക്ഷേ വിളിപ്പിക്കപ്പെടാത്ത സ്ഥിതിക്ക് തല പോകുന്ന കേസാണ്. എന്നിട്ടും നിയമത്തിനെതിരായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിനു മുമ്പ് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി ആ ബലം പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇതായിരിക്കും, നാളെ എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടണം എന്നറിയത്തില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങളുടെ മുറിയുടെ വാതിലടയ്ക്കുക, ദൈവം മുഖത്തേക്കൊന്ന് നോക്കുക. എൻ്റെ ദൈവമേ, നിന്റെ കൈ ഇവിടെ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എസ്തർ അത് പ്രാർത്ഥിച്ചു, അല്ലേ? യഹൂദന്മാർ അത് മുഴുവൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആ രാജാവ് പ്രതികരിക്കുന്നത്. നമുക്കറിയാത്ത സ്വഭാവമുള്ള ഈ രാജാവ് പൊൻചെങ്കോല്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, നേരെ എസ്തർ രാജ്ഞിയോട് നീട്ടിയിട്ട് അറിയുകയാണ്, നിനക്ക് എന്താ വേണ്ടത്, ഈ രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ പവർ, ഹല്ലേലൂയ. ഒരു പക്ഷേ ആ രാജ്ഞി അത് ബലപ്പെടുത്തുകയാണ്. ചിലപ്പം ഞാൻ അടുത്ത ഒരു ക്യാരക്ടർ ദാനിയേലിനെ നോക്കി, ദാനിയേലിനെ കുറിച്ച് ഇങ്ങനെയാണ് വായിരുന്നത്. 6:10 ഇങ്ങനെ, ദാനിയേൽ 6:10, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രേഖ എഴുതിയിരിക്കുന്നു. എന്താ രേഖ എഴുതിയിരിക്കുന്നത്? അടുത്ത 30 ദിവസം രാജാവിനോടല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളെ സിംഹക്കുഴിയിലിടണം എന്ന്. എന്നാൽ ദാനിയേലിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. രേഖ എഴുതിയിരിക്കുന്നു, നിയമം തനിക്കെതിരാണ്, താൻ എന്താ ചെയ്യാൻ പോണെന്നും ദാനിയേലിനറിയാം. താങ്ക് യു. ദാനിയേൽ എന്താ ചെയ്തത്? രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ട ഉടനെ തൻ്റെ മുറിയിൽ ചെന്നിട്ട് യെരൂശലേമിലേക്ക് ആ വാതിൽ തുറന്നിരുന്നത് അങ്ങോട്ട് നോക്കി, താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ, അല്ലെ, ആ പ്രാർത്ഥിക്കുന്ന ശീലമുള്ള ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി എന്നും ചെയ്യുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് എന്താണെന്നല്ലേ. അടുത്ത സംഭവിക്കുന്നത്, ദാനിയേലിനെ എങ്ങോട്ടാ കൊണ്ടുപോണത്? സിംഹക്കുഴിയിൽ ഇടുവാനായിട്ടാണ്. പക്ഷേ ആ സിംഹക്കുഴിയിൽ വീഴുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദാനിയേൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇതോടെ സിംഹക്കുഴിയിൽ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു കളയും എന്നൊന്നും ദാനിയേൽ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേലിൻ്റെ ഫ്രണ്ട്സ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. അത്ര കൺവിക്ഷൻ ഉള്ളവരായി ഇവർ. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവമേ സിംഹങ്ങളുടെ വായ അടയ്ക്കണേന്നല്ല, അവിടെ പറഞ്ഞത് താൻ ദിവസവും ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു, ദൈവത്തെ ആരാധിച്ചു.
ഒരു പ്രശ്നത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞതല്ല ശരിയായ സൊല്യൂഷൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ഡിസൈപ്പിൾസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ സമയത്തും അവരങ്ങനെ ഇരുന്നു എന്നല്ല. അവരുടെ ജീവിതത്തിൽ പിന്നീട് മുമ്പോട്ട് നല്ല പടികൾ വെച്ചതുമുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരൊരു വ്യസനത്തിൻ്റെ ഉറക്കമാണ് തിരഞ്ഞെടുത്തത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? പരീക്ഷയിൽ തോറ്റു പോകുവാതിരിക്കാൻ അല്ലെങ്കിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമുക്ക് വ്യസനം കൊണ്ടുള്ള ഉറക്കം ജീവിതത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ഒരു ഉറക്കമാണ് തളർന്നിട്ടുള്ളൊരു ഉറക്കം. ആ തളർന്ന ഉറക്കം നമുക്കറിയാവുന്ന ഒരാളാണ്, പ്രോഫറ്റ് എലൈജ, ഏലിയ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ഉറക്കം ഒരു സ്ലീപ്പ് ഓഫ് എക്സോഷൻ ആയിരുന്നു. അദ്ദേഹം തളർന്നു. ഈ ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അതിശയിപ്പിക്കും. ഇത്രയും ധൈര്യമുള്ളൊരു പ്രവാചകനെ നമുക്ക് ചുരുക്കമായി കാണാൻ പറ്റുന്ന കാരണം ഏലിയാവ് പ്രവചിച്ച കാലത്തിൻ്റെ പ്രത്യേകതയായിരുന്നത്. ഏലിയാവ് പ്രവചിച്ച സമയം അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്ത സമയം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവും രാജ്ഞിയും ആഹാബും ഇസബേലും. ഞാൻ പറഞ്ഞു ഏലിയാവ് പ്രവചിച്ചത് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൽ ആഹാബും ഇസബേലും ഭരിച്ച കാലത്ത് ഒരു നിയമം വന്നു. യഹോവയുടെ പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് കൊന്നുകളഞ്ഞണം. വാളുകൊണ്ട് അറുത്തറുത്ത് തലകൾ വീഴുന്ന കാലത്ത് നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ദിവസം ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ധൈര്യത്തോടെ പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും ഉണ്ടാകത്തില്ല മഴയും ഉണ്ടാകത്തില്ലെന്ന് പ്രവചിക്കുന്ന അത്രയും ധൈര്യമുള്ള ഒരു പ്രവാചകൻ അല്ലേ. അതിനുശേഷം നമുക്കറിയാം പിന്നീട് ഏലിയാവിൻ്റെ ജീവിതത്തിലൊരു ഓട്ടമായിരുന്നു അല്ലേ. കുറേ നാൾ കെരീത്ത് തോട്ടിൻ്റെ അവിടെ പോയി താമസിച്ചു. പിന്നെ സാരഫത്തിലൊരു വിധവയുടെ വീട്ടിൽ താമസിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നടക്കുന്ന സംഭവം നമുക്കറിയാം. കർമ്മേലിൽ പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കിയ മനുഷ്യനാണ് ഈ കിടക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ശുശ്രൂഷ അല്ലെങ്കിൽ മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന ഏറ്റവും ശക്തമായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ. പക്ഷേ ആ പ്രാർത്ഥിച്ച് തീയിറക്കിയ ദിവസം സംഭവിച്ചൊരു കാര്യമുണ്ട്. ബാലിൻ്റെ 400 പ്രവാചകന്മാരെ ഏലിയാവിൻ്റെ നേതൃത്വത്തിൽ കൊന്നു. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. യഹോവയുടെ പ്രവാചകന്മാരെ തെരഞ്ഞു പിടിച്ച് ഇവർ കൊല്ലുന്ന കാലമായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇസബേൽ എന്ന് പറഞ്ഞ രാജ്ഞി ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ ദിവസം നീ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഏലിയാവിനെ രാജ്ഞി അറിയിച്ചു കഴിഞ്ഞപ്പം ഏലിയാവ് ഒരു ഓട്ടം ഓടി. എങ്ങോട്ടാണെന്നറിയാമോ? ബർഷേബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നു. ഏലിയാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിക്കേ, അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ മതി യഹോവേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? നമ്മൾ വിചാരിക്കും അയ്യോ ഏലിയാവ് അത്ര പേടിച്ചിട്ടാണോ? അല്ല, ഏലിയാവ് തളർന്നു കഴിഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു ആഹാബിൻ്റെ മുമ്പിൽ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഒളിച്ചു താമസിക്കുക. പ്രവാചകന്മാരെ കൊല്ലപ്പെടുന്ന കാലത്ത് ഇദ്ദേഹം ഒളിച്ചു താമസിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ആഹാബിനോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കെരീത്ത് തോട്ടിൽ ഏകാന്തതയിൽ ഒരു കാക്ക എത്തിക്കണം, എന്നിട്ടേ ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു രാജ്യത്തെ പടയാളികൾ മുഴുവൻ ഒരാളെ അന്വേഷിക്കുകയാണ് പിടിക്കപ്പെടാനായിട്ട്. അപ്പം ഒരു എന്താ പറയുന്നത്, നോട്ടീസ് ഉള്ള അടിച്ചേക്കുന്ന വാണ്ടഡ് ക്രിമിനലാണ്
അവരുടെ ഭാഷയിൽ നോക്കുമ്പോൾ ഒരു ക്രിമിനൽ പോലെയാണ് ഏലിയാവ്. ഏലിയാവ് ഒളിച്ചു താമസിക്കുകയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു സാരഫത്തിലോട്ട് പോവുക. സാരഫത്ത് എന്ന് പറയുന്നത് ആ രാജ്യമല്ല, അടുത്ത രാജ്യത്ത് തൻ്റെ ദേശം വിട്ട്, തൻ്റെ രാജ്യം വിട്ട് വേറൊരു സ്ഥലത്ത് ആരും അറിയാത്ത ഒരു വിധവയുടെ വീട്ടിൽ അഭയം ചോദിച്ച് താമസിക്കുകയാണ്. 1-2 ദിവസമല്ല, 3 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ടാണ് കർമ്മേലിലെ സംഭവം. അദ്ദേഹം തളർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോൾ മതി യഹോവേ, മരിക്കാൻ ഇച്ഛിച്ചു. ഇതിനെയാണ് സ്ലീപ്പ് ഓഫ് എക്സോഷൻ. ഏലിയാവ് ഒരു ദൈവഭക്തനാണ്. പ്രിയമുള്ളവരെ, ഈ ആത്മീക ഉറക്കത്തിൻ്റെ ഒരു വേർഷനാണിത്. ചില സമയത്ത് നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ മാറി, അല്ല, ദൈവം ശക്തമായി ഉപയോഗിച്ചവരായിരിക്കും, വളരെ എരിവുള്ളവരായിരുന്നായിരിക്കും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, പ്രാർത്ഥിക്കാൻ നല്ല ഇൻട്രസ്റ്റ്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഇപ്പം ജീവിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥ, സ്ലീപ്പ് ഓഫ് എക്സോഷൻ. ഇപ്പോൾ മതി യഹോവേ. ഇതിൻ്റെ ആദ്യത്തെ ഒരു സിംറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ നാളെ നമ്മളങ്ങ് തീരുമാനിക്കാം, നമ്മുടെ ജീവിതത്തെ നമ്മളങ്ങ് തീരുമാനിക്കും, മതി, ഞാൻ നിർത്തുക എന്ന് പറയുന്ന ഒരു ടെൻഡൻസി. അതിനെയാണ് സ്ലീപ്പ് ഓഫ് എക്സോഷൻ. ഞാൻ ഇനിയും ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു ഉറങ്ങുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെ നമ്മളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏലിയാവ് ഇത് പറഞ്ഞു. ഏലിയാവ് അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയാം, എനിക്ക് മതി, എനിക്കിനി വയ്യ എന്നുള്ള സമയത്ത് ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഈ അപ്പം കഴിക്ക്, വെള്ളം കുടിക്ക്, നിനക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലായി, ചിലപ്പോൾ നമ്മളങ്ങ് തളർന്നു കഴിയുമ്പോഴേ പറഞ്ഞു പോണതാ, മതി, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കും നമ്മളുടെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് ദൈവത്തിൻ്റെ ഇതാണോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ല, എക്സോഷനായി കഴിഞ്ഞാൽ, തളർന്നു കഴിഞ്ഞാൽ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ദൂതൻ്റെ ശബ്ദം ഒന്ന് കേൾക്ക്, എഴുന്നേൽക്കുക, തിന്നുക, ബാക്ക് ടു ലൈഫ്, ജീവിതത്തിലോട്ട് തിരിച്ചു വരണം. ആരാ നമ്മളുടെ ലൈഫിന് വിധി എഴുതുന്നത്? നമ്മളാണോ? അല്ല. നമുക്കറിയാം, ഏലിയാവ് എഴുന്നേറ്റ് അപ്പവും വെള്ളവും കുടിച്ചു കഴിഞ്ഞിട്ട് മരിക്കാൻ ഇച്ഛിച്ച ഏലിയാവ് ഉണ്ടല്ലോ, അതിൻ്റെ ബലത്തിൽ 40 ദിവസവും 40 രാത്രിയും യാത്ര ചെയ്ത് ഹോരേബ് വരെ എത്തി. ഇത്രയും ശക്തിയുള്ള മനുഷ്യനാണ് എക്സോഷൻ വന്നപ്പോൾ ഞാൻ തീർന്നു, മതി എന്ന് വിചാരിച്ചത്. പ്രിയമുള്ളവരെ, ഈ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എനിക്ക് പറ്റത്തില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല. കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ വചനം കേൾക്ക്, വീണ്ടും ആ വചനം ഭക്ഷിക്ക്, ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് കേൾക്ക്. ദൈവത്തിനൊരു പർപ്പസ് ഇല്ലാതെ നമ്മളെ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും നിർത്തത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ സ്ലീപ്പ് ഓഫ് എക്സോഷനിൽ, അല്ലെങ്കിൽ തളർന്നു ഉറങ്ങുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏലിയാവിനെ പോലെ ദൈവാത്മാവ് ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയല്ല, നീ എഴുന്നേൽക്കണം, തിന്നണം, വെള്ളം കുടിക്കണം, നിനക്ക് യാത്ര ഇനിയും ചെയ്യാനുണ്ട്, അല്ലേ? അപ്പം നമ്മൾ 2 സ്ലീപ്പ് കണ്ടു. ആദ്യത്തെ സ്ലീപ്പ് എന്തായിരുന്നു? വ്യസനം കൊണ്ട് ഉറങ്ങിപ്പോയതായിരുന്നു, അവർക്ക് ദുഃഖം സഹിക്കാൻ വയ്യാതെ ഉറങ്ങിപ്പോയത്. രണ്ടാമത് തളർന്നിട്ട് ഉറങ്ങിപ്പോകുന്ന, ഇതൊക്കെ ആത്മീക ഉറക്കമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയാണ്, അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ ഉണർന്നിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണം, എന്നാലേ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുള്ളൂ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഒരു സ്ലീപ്പാണ് ഇറ്റ്സ് സ്ലീപ്പ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിൻ്റെ ഒരു ഉറക്കം. ഓക്കെ, യോനായുടെ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഇത്രയും നല്ല ക്ഷീണമുണ്ട്. എന്താണെന്നറിയോ? കുറച്ച് ദിവസമായി അനുസരണക്കേടായിട്ട് ഓട്ടമായിരുന്നു. യോന ആരാ? പ്രവാചകനാണ്, അല്ലേ? ഇപ്പോഴും നമ്മൾ യോന പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ജനത്തെ അറിയിക്കുന്ന വ്യക്തിയാണ്, പഠിപ്പിക്കുന്ന വ്യക്തിയാണ് യോന പ്രവാചകൻ, അല്ലേ? ആ യോന പ്രവാചകനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ നിനവേ എന്ന ദേശത്ത് പോയിട്ട് അവരുടെ അതിക്രമത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണം, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യോന പറഞ്ഞു, നിനവേക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെ? ദൈവത്തോട് ഡയറക്റ്റ് പറഞ്ഞൊന്നും അല്ല ഞാൻ പറഞ്ഞത്. യോന മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ നിനവേക്ക് പോണില്ല. യോന എന്ത് ചെയ്തു?
യോപ്പയിൽ നിന്ന് തർശീഷിലേക്ക് ഒരു കപ്പൽ കയറി. എന്തുകൊണ്ടാണ് യോന നിനവയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടാഞ്ഞത്? യോനയ്ക്ക് മടിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ പേടിയായതുകൊണ്ടാണോ? അല്ല, ഇത് രണ്ടും അല്ല കാരണം. യോനയ്ക്ക് ഒറ്റ കാരണം നമ്മൾ അതിൽ ആ പുസ്തകത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. യോന എന്ന് പറയുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹം നല്ല ഒരു രാജ്യസ്നേഹിയാണ്. തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് യോന. നിനവേ എന്ന് പറയുന്നത് അവരുടെ ശത്രു രാജ്യമാണ്. അവരേറ്റവും വെറുക്കുന്ന, ആ സമയത്ത് ഏറ്റവും ഇവരെ ഭയപ്പെടുത്തുന്ന രാജ്യമാണ് നിനവേക്കാരെന്ന് പറയുന്നത്. അസീരിയൻസിൻ്റെ അവരുടെ ഒരു തലസ്ഥാന നഗരിയാണ് നിനവേ എന്ന് പറയുന്നത്. അസീര്യരുടെ ക്രൂരത ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അവർ ഒരു രാജ്യം വന്ന് ആക്രമിച്ച് പിടിച്ചെടുത്താൽ അവർ എന്താ പറയുന്ന, തല വെട്ടി മതിലേ നിരത്തുക, ജീവനോടെ തൊലിയൊരുക്കുക, ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു ക്രൂര കൃത്യങ്ങൾ ആൾക്കാരായിരുന്നു ഈ നിനവേക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസീരിയൻ എംപയർ എന്ന് പറയുന്നത്. അവർ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു എംപയറാണ്. അപ്പം അവരവിടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേലിനൊരു ഭീഷണിയുണ്ട്. അപ്പം ഇസ്രയേലിനെ ഏത് സമയവും ആക്രമിക്കാനും ഇസ്രയേൽ നശിക്കുവാനും ഈ അസീരിയൻ എംപയർ ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവരുടെ ശരിക്കും പറഞ്ഞാൽ യോന എന്ന ഇസ്രയേലിയൻ്റെ ശത്രുക്കളാണ് നിനവേക്കാര്. ദൈവം എന്താ പറഞ്ഞത് യോനയോട്? പോയി നിനവയിൽ പോയിട്ട് അവരുടെ ദുഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കുക, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുക, ഇതാ പറഞ്ഞത്. പക്ഷേ യോന തന്നെ പറയുന്നുണ്ട്, എനിക്കറിയാം. യോന പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ദൈവം ദീർഘക്ഷമയുള്ളവനാ, മഹാകരുണയുള്ളവനാ. അവരെങ്ങാനും തിരിഞ്ഞാൽ അവരോട് ക്ഷമിക്കും. നമുക്ക് ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ശരിക്കും ദേഷ്യമുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നു എന്നെല്ലാം കേട്ട് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, യോന ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ട് പിന്നെ അവർ ബലം പ്രാപിച്ചാൽ അത് രാജ്യത്തിൻ്റെ അപകടമല്ലേ, ഒരു ഭീഷണിയല്ലേ, അത് ചിന്തിച്ചിട്ടുണ്ടാകാം. പിന്നെ ഇവർ ഇത്രയും ക്രൂരത ചെയ്തതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു ജസ്റ്റിസ് എന്താ? അങ്ങ് വെറുതെ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞ. ചില സമയത്ത് നമുക്ക് ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, നമ്മൾ ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്, നല്ലവനാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് നല്ലവനാകുമ്പോൾ സ്തോത്രം, നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലവനാകുമ്പോൾ നമുക്ക് അത്ര പിടിക്കില്ല അല്ലേ? നമുക്ക് കരുണ കാണിക്കുമ്പോൾ സ്തോത്രം, ദൈവമേ കരുണ കാണിച്ചതിന് നന്ദി. പക്ഷെ എന്തിനാ അവരോട് കരുണ കാണിക്കുന്നത്? ഇങ്ങനത്തെ ചോദ്യം അല്ലേ? ചിലപ്പം ദൈവത്തിൻ്റെ നീതിയോടും ന്യായത്തോടും ദൈവത്തിൻ്റെ പറഞ്ഞത് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരു റിബൽ ചെയ്യാനൊരു ടെൻഡൻസി, അതാണ് യോനയ്ക്ക് പറ്റിയ ഒരു അനുസരണക്കേടിൻ്റെ ഓട്ടം. എനിക്ക് പറ്റത്തില്ല. ഈ ദൈവത്തിൻ്റെ നീതിയും ന്യായത്തോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. യോനയ്ക്ക് വ്യക്തമായിട്ടറിയാം ദൈവത്തിൻ്റെ ഹിതം. എങ്ങോട്ട് യോന പോകേണ്ടതാണ്? നിനവേക്ക് പോകണം അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവവും അറിയാം. അതുകൊണ്ട് യോന എന്ത് ചെയ്തു? തർശീഷിലോട്ട് അനുസരണക്കേടാ കാണിക്കുന്നതെന്നറിയാം. പക്ഷെ കപ്പൽ കയറി അടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ വിചാരിക്കുക യോന ഇത് ഒറ്റ സെക്കൻഡ് കൊണ്ട് എടുത്ത് എത്ര നേരം. ഒരു ദൈവ പൈതലിന് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്ര നേരം ഈ മനസ്സിൽ പിടിവലി ഉണ്ടെന്നറിയാമോ? അതെല്ലാം കഴിഞ്ഞ് ദൈവത്തോട് വാദിച്ച് ജയിച്ചോ, അല്ല പറ്റില്ല, ഞാൻ പറയുന്ന ഭാഗമാണ് ശരി എന്നൊക്കെ വാദിച്ചു കാണും യോന. അതെല്ലാം കഴിഞ്ഞിട്ട് തർശീഷിലോട്ട് കപ്പൽ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അനുസരണക്കേടിൻ്റെ ഉറക്കം. അനുസരണക്കേട് വൺസ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വരും. അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ദൈവത്തിൻ്റെ ശബ്ദം പിന്നെ കേൾക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാനും തോന്നത്തില്ല. പിന്നെയും പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇത് തന്നെ ഓർപ്പിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട. ഇത് ഈ നല്ല തണുപ്പുള്ള സമയത്തില്ലേ, നമ്മൾ നല്ല ജാക്കറ്റ് ഇടുന്നത് പോലെയാണ്. ഈ ജാക്കറ്റ് നമ്മുടെ അനുസരണക്കേട് പോലെയാണ്. ആ തണുപ്പ് നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ? തണുപ്പറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ അനുസരണക്കേട് നമ്മളെ കവർ ചെയ്ത് കഴിയുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലത്തെ ഒരവസ്ഥയിൽ യോന സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് അല്ലേ? ഞാൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ. ഈ അനുസരണക്കേടിൻ്റെ ഉറക്കത്തിൽ നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ചില സമയത്ത് ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ദൈവത്തോട് മറുതലിച്ച് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവം. ലിറ്ററലി ഉറങ്ങണം എന്നല്ല, പക്ഷെ മനസ്സുകൊണ്ട് ഉറങ്ങുകയാണ്.
ആത്മീകമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ ദൈവത്തിനറിയാം എങ്ങനെ യോനയെ ശരിയാക്കണം എന്നല്ലേ. ദൈവം പ്രകൃതിയെ ഉപയോഗിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റടിപ്പിക്കുകയാണ്. കൊടുങ്കാറ്റടിച്ചപ്പോഴും യോന ഉറങ്ങുകയാണ്. കപ്പലിലെ ആൾക്കാർ അത് തിരിച്ചറിഞ്ഞു. ആ സ്റ്റോറി നമുക്കറിയാം. അവർ ചോദിച്ചു, മനസ്സിലാക്കി. യോന പറഞ്ഞു, ഞാനാണ് കാരണം. ചില സമയത്ത് അനുസരണക്കേട് കാണിച്ചിട്ട് കിട്ടുന്നതാണെന്ന് മനസ്സിലായാലും നമുക്ക് പിടിവാശികളാ. എന്തോരം പിടിവാശി കാണിക്കുമെന്നറിയാവോ? യോന മാത്രമല്ല, നമ്മളിൽ എല്ലാവരിലും ഈ യോനയുടെ ഒരു ക്യാരക്ടർ എവിടെയൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരും അല്ലേ. ഇത് യോന എന്ന് പറയുന്ന പ്രവാചകനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മളും ഇതുപോലെ വാശി കാണിക്കും അല്ലേ. ഈ പറ്റത്തില്ല, ഈ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. എന്നെ വേണമെങ്കിൽ കടലിലോട്ടെറിഞ്ഞോ, എന്നാലും ഞാൻ അനുസരിക്കൂല. യോനയുടെ ആ പിടിവാശി നിങ്ങൾ ശ്രദ്ധിച്ചോ. പക്ഷെ ദൈവത്തിന് അറിയാം എവിടെ ഇരുത്തണമെന്ന്. കടലിലെറിഞ്ഞാലും പറ്റാത്തവരെ അതിലും ഇച്ചിരി കൂടെ അകത്തോട്ട് കൊണ്ടുപോകണം അല്ലേ. കടലിലെറിഞ്ഞപ്പം പക്ഷെ ഇതിൽ ഞാൻ പറയാണ്, നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ പ്രോസസ്സാണ് അല്ലേ ഈ സ്റ്റോം എന്നൊക്കെ പറയുന്നത്. ഇത് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് പോലെയാണ് അല്ലേ. എപ്പോഴും ആഗ്രഹം അവർ നന്നായി വരണം എന്നുള്ളതാ അല്ലേ. അപ്പം യോനയെ കടലിലോട്ട് എറിയുമ്പോൾ ഒരു മത്സ്യം വിഴുങ്ങുകയാണ്. പക്ഷെ നമുക്കറിയാം മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നപ്പം ആ ബോട്ടിലിരുന്നപ്പോഴൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പക്ഷെ മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ ഇരുന്നപ്പം യോന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അല്ലേ. അപ്പം സ്ലീപ്പ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിൻ്റെ ഉറക്കം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത സ്റ്റോൺസും, എന്തിനാ കടലിലോട്ട് വലിച്ചെറിയപ്പെടുന്നതും, എന്തിനാ ഒരു മീനിനെ അസ്വസ്ഥപ്പെടുത്തുന്നതെന്നും ഞാനിങ്ങനെ പറയാം. എന്താ പറയുക, ആ മീൻ വിചാരിച്ചു കാണും ഇത് ദഹിച്ചും പോണില്ല. എന്തൊരു കഷ്ടപ്പാടാന്നറിയാം അനുസരണം കെട്ടവരെ കൊണ്ടുള്ളത്. മീന് 3 ദിവസം നടന്ന് അവസാനം ഛർദ്ദിച്ചു വെക്കുന്നത്. ദഹിക്കാതെ വയറ്റിൽ കടന്നാലുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കിയേ. കാര്യം പ്രവാചകനാണ്, ദൈവമക്കളാണ്. പക്ഷെ അനുസരണക്കേട് കാണിച്ചാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, വീട്ടുകാർക്കും ബുദ്ധിമുട്ടാകുന്ന ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ലീപ്പ് ഓഫ് ഡിസൊബീഡിയൻസ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അനുസരണക്കേട് കാണിച്ചിട്ട്, എനിക്കറിയാം ദൈവവചനം അങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ മീനിൻ്റെ വയറ്റിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ യോന ജീവിച്ച പോലെ നമ്മൾ ജീവിച്ചിരിക്കണം എന്നില്ലല്ലോ, ചിലപ്പോൾ ദഹിച്ചു പോയാൽ. ഓക്കെ, അങ്ങനെ വരാതിരിക്കട്ടെ. ഓക്കെ, ലാസ്റ്റ് ഒരു സ്ലീപ്പും കൂടെ നമുക്ക് ചിന്തിക്കാം. സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ്. സാംസന്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. സാംസൺ സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ്, മലയാളത്തിൽ ഷിംഷോൻ. നമുക്കറിയാം ശിംശോനെ, കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ഈ ശിംശോനെ കുറിച്ച് പറയുന്നത്. ശിംശോൻ ആരാണെന്നറിയാമോ? ന്യായാധിപനായിരുന്നു ഇസ്രയേലിൻ്റെ. ഇസ്രയേലിൽ നമുക്ക് ദാവീദിനെ പരിചയമാണ്, ശലോമോനെ പരിചയമാണ്. ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏൻഷ്യൻ്റ് ഇസ്രയേലിൽ അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്ന അവരെ ഭരിച്ചിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. ഓക്കെ, രാജാക്കന്മാർക്ക് മുമ്പ്. അതിൽ തന്നെ ഏറ്റവും ശക്തനും ഏറ്റവും പ്രോമിനൻറ്റുമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷിംഷോൻ. ഷിംഷോൻ്റെ ആ സ്റ്റോറി ഞാനൊന്ന് ചുരുക്കത്തിൽ പറയാം. ഷിംഷോൻ ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി മാറ്റപ്പെട്ട് നാസീർ വ്രതം എന്ന് പറയും. ഷിംഷോൻ്റെ മാതാപിതാക്കൾ ഷിംഷോൻ്റെ മുടി വെട്ടിയിരുന്നില്ല. നാസീർ വ്രതം എടുക്കുന്നത് അതിൻ്റെ പ്രത്യേകതയാണെന്ന്. മുടി ഒരിക്കലും ക്ഷൗരക്കത്തി തലയിൽ തൊടിച്ചില്ല, അതിങ്ങനെ ജട പോലെ കെട്ടിവെക്കുകയായിരുന്നു. അതുപോലെ മദ്യം വീഞ്ഞോ കുടിക്കത്തില്ലായിരുന്നു, ശവത്തിൽ തൊട്ടിട്ടില്ല. സോ ഇങ്ങനെ നാസീർ വ്രതം എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷിംഷോൻ എന്ന് പറയുന്നത്. ഷിംഷോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസാമാന്യ ശക്തി. അസാമാന്യ ശക്തി എന്ന് വെച്ചാൽ സാധാരണ ശക്തിയൊന്നുമല്ല, എത്ര മനുഷ്യർ കൂടിയാലുള്ള ശക്തിയാണെന്ന് പറയാനും പറ്റത്തില്ല, അതുപോലത്തെ ബലം. ഇസ്രയേലിനെ ഷിംഷോൻ ന്യായാധിപതിയായിരുന്ന സമയത്ത്, ജഡ്ജായിരുന്ന സമയത്ത്, ലീഡറായിരുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു അന്നത്തെ ഫെലിസ്ത്യർ എന്ന് പറയുന്ന രാജ്യം. ഈ ഫെലിസ്ത്യർക്ക് പേടിയായിരുന്നു ഷിംഷോനെ. ഷിംഷോൻ്റെ ബലം അത്രയ്ക്കായിരുന്നു. ഷിംഷോൻ ഒന്ന് തട്ടിയാൽ അവിടെ മറിഞ്ഞു വീഴും, അത്രയ്ക്കൊരു ബലമുള്ള ഒരു മനുഷ്യൻ, നാസീർ വ്രതമുള്ള ഈ ഷിംഷോൻ.
പക്ഷേ ശിംശോന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരിക്കലും ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല. അതിലായിരുന്നു ശിംശോന്റെ ബലം ഇരുന്നിരുന്നത്. ഓക്കെ, പക്ഷേ ഇത്രയും ശക്തനായിട്ടുള്ള ദൈവം ഇസ്രയേലിനെ ന്യായാധിപതിയാക്കിയ ശിംശോന് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. അത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഫെലിസ്ത്യൻസ്. പക്ഷേ ഫെലിസ്ത്യ സ്ത്രീകൾ ശിംശോന് ഒരു വീക്ക്നെസ് ആയിരുന്നു. ഫിസിക്കലി ഇത്രയും സ്ട്രോങ് ആയ മനുഷ്യന് മോറൽ വീക്ക്നെസ് ആയിരുന്നു ഫിലിസ്ത്യൻ ലേഡീസ് എന്ന് പറയുന്ന ഫെലിസ്ത്യ സ്ത്രീകൾ. ശിംശോന്റെ ആ ചരിത്രം നിങ്ങളത് വായിച്ചു നോക്കിയാൽ അവിടെ ആദ്യം ഒരു ഫെലിസ്ത്യ വേശ്യയുടെ അടുക്കൽ ശിംശോൻ പോകുന്നുണ്ട്. ശിംശോൻ ഒരു അഡിക്ഷൻ പോലെയായിരുന്നു അത്. ഓർക്കണം, ഇത് ശിംശോന്റെ ശത്രുക്കളാണ് എന്ന്. അടുത്തതായിട്ട് ശിംശോനെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫെലിസ്ത്യ സ്ത്രീയായ ദലീല എന്നായിരുന്നു പേര്. ശിംശോൻ അറിയായിരുന്നു ദലീല അത്ര നല്ല സ്ത്രീയൊന്നും അല്ല എന്ന്. പക്ഷേ ഇതിന് പറയുന്നത് ശിംശോൻ ഭയങ്കര അറ്റാച്ച്ഡായി ദലീലയായിട്ട്. അറ്റാച്ച്ഡായെന്ന് വെച്ചാൽ ദലീല ഇല്ലാതെ പറ്റില്ല ശിംശോന്. നോക്കുക, ശിംശോന് ഇസ്രയേലിൻ്റെ ന്യായാധിപതിയാണ്, ശത്രു രാജ്യത്തെ സ്ത്രീയാണ് ദലീല. പക്ഷേ ശിംശോന് ദലീലയുടെ അടുക്കൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം വലിയ അടുപ്പമായി കഴിഞ്ഞപ്പം ഈ ദലീലയുടെ അടുക്കൽ ശിംശോൻ വരുന്നെന്ന് ഫെലിസ്ത്യൻ ലീഡേഴ്സിന് ചാരപ്രവൃത്തിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അവർക്കറിവ് കിട്ടി. അവർ ദലീലനെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, ശിംശോന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് നീ ചോദിച്ചറിയണം. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല, എല്ലാവരെയും തെറിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് ജയന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. എന്താണ് ഈ രഹസ്യം എന്ന് അറിയണം എന്ന് പറയും. ദലീല വളരെ ഒത്തിരി പൈസയാണ്, വലിയൊരു തുകയാണ് ദലീലയ്ക്ക് ഓഫർ ചെയ്തത് ശിംശോനെ ചതിക്കുകയാണെങ്കിൽ. ദലീല എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശിംശോനോട് വളരെ സ്നേഹമായിട്ട് ചോദിക്കുകയാണ്, നിന്റെ ശക്തി എന്താ, പറഞ്ഞതാ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. ശിംശോൻ അറിയാം ഈ ശക്തിയുടെ രഹസ്യം ശത്രുരാജ്യത്തെ ഒരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, ഇറ്റ്സ് കോൾഡ് ഇമോഷണൽ എൻറ്റാങ്കിൾമെൻറ്റ്. ശിംശോനെ ആക്ഷരികമായിട്ടൊരു കയറുകൊണ്ട് ആർക്കും ബന്ധിക്കാൻ പറ്റില്ല, പക്ഷേ വൈകാരികമായിട്ട് എൻറ്റാങ്കിൾഡ് ആകാൻ, കയറുകൊണ്ട് കുരുക്കി കെട്ടാനായിട്ട് ഇതിന് പറ്റുമായിരുന്നു, ദലീലയ്ക്ക് പറ്റുമായിരുന്നു. ഇതിനെയാണ് ഇമോഷണൽ എൻറ്റാങ്കിൾമെൻറ്റ്. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം നിൻ്റെ ശക്തി എന്താണെന്ന് ചോദിക്കുമ്പം ശിംശോൻ ആദ്യം ഒരു കള്ളത്തരം പറഞ്ഞു, ഒരിക്കലും ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, എനിക്കത് പൊട്ടിക്കാൻ പറ്റില്ലെന്ന് കള്ളം പറയുന്നതാ. ദലീല ആരാ മോള്? ശിംശോൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പതിയിരുപ്പുകാരെ വിളിച്ചിട്ട്, ദേ ശിംശോൻ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞ് അതിനു മുമ്പ് ഈ ഞാണുകൊണ്ട് കെട്ടി വെച്ചു. ശിംശോനോട് പറയാണ്, ദേ ഫെലിസ്ത്യർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ കൈ ഇങ്ങനെ പൊക്കുകയും ഞാണുകൾ 7 എണ്ണം ഒരുമിച്ച് പൊട്ടിപ്പോയി. ദലീല അപ്പം കരയാൻ തുടങ്ങി, കണ്ടോ എന്നോട് കള്ളം പറഞ്ഞു. ശിംശോൻ അറിയാം ദലീല ചതിക്കുമെന്ന്. സാധാരണ ബുദ്ധിയുള്ള വിവരമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്ത്, ഒരു ചതിയാണ് അതെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഇതൊരു അഡിക്ഷനാണ്, ഇതെന്നെ നാശത്തിലോട്ടേ കൊണ്ടുപോകുള്ളൂ എന്നറിഞ്ഞാൽ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും അല്ലേ. പക്ഷേ ഈ ഇമോഷണൽ എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനത്തെ ഒരു റിലേഷൻ മാത്രം ആയിരിക്കണമെന്നില്ല, ഏത് ടൈപ്പ് അഡിക്ഷൻസും ഇങ്ങനെയൊക്കെയാ. നമുക്കറിയാം അത് പോയി കഴിഞ്ഞാൽ അത് ദോഷമേ ചെയ്യൂന്ന് അറിഞ്ഞാലും കോംപ്രമൈസ് ചെയ്യുകയാണ്. ശിംശോൻ ന്യായാധിപതിയായിരുന്നു. അപ്പം രണ്ടാമതും ഇവൾക്ക് അറിയാൻ തുടങ്ങി, എന്താ രഹസ്യം, പറഞ്ഞതാ എന്ന് പറയുമ്പോഴത്തേക്ക് ശിംശോൻ വീണ്ടും പറഞ്ഞു കൊടുക്കും, ഒരിക്കലും കെട്ടിയിട്ടില്ലാത്ത കയറുകൊണ്ട് എന്നെ കെട്ടിയാൽ മതി എന്നൊക്കെ, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വലിയ കയറുകൊണ്ട്. പുള്ളിക്കാരി ശിംശോൻ അടുത്ത പ്രാവശ്യം ഉറങ്ങിയപ്പം അതുപോലെ തന്നെ കയറുകൊണ്ട് കെട്ടിയിട്ട്, ദേ ശിംശോനെ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പം ശിംശോൻ എഴുന്നേറ്റപ്പോൾ കയറെല്ലാം പൊട്ടിപ്പോയി. അപ്പോഴും കരയാൻ തുടങ്ങി, എന്നെ ചതിച്ചല്ലേ. എന്തൊരു മാനിപ്പുലേറ്റീവ് ലേഡിയാ. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതിനെയാണ് സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. അറിയാം തെറ്റാണ്, ഇതിലെ പോയാലും നശിച്ചു പോവുകയുള്ളൂ എന്നറിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. മൂന്നാമതും ഈ ലേഡി കരഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, എൻ്റെ ഈ തലയിലെ 7 ജടയുണ്ടല്ലോ അത് നൂൽപ്പാവിൽ നെയ്തെടുത്ത് വെച്ചാൽ മതി, അത് പൊട്ടിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കള്ളം പറയും.
ആ പ്രാവശ്യവും ഇവള് പരീക്ഷിക്കാനായിട്ട് ദേ ഫെലിസ്തീന് വരുന്നു എന്ന് പറഞ്ഞപ്പം ശിംശോൻ എഴുന്നേറ്റ് വടി ജഡയും നൂൽപ്പാവും എല്ലാം ഇടിച്ചു പൊളിച്ച് അത്രയ്ക്ക് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. ഈ ലേഡി അടുത്ത ചെയ്യുന്നത് നമ്മൾ കാണുന്നത് കരയാനും അതായത് ഈ ശിംശോന്റെ ആ വീക്ക്നെസ് മുതലെടുത്ത് കരഞ്ഞ് 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 നിർബന്ധിച്ച് ശിംശോനും അറിയാം ഇവള് ചതിക്കുമെന്ന് അറിയാമെങ്കിൽ പോലും ശിംശോൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞണ്ട് മുറുകെ പിടിച്ചെന്നൊക്കെ പറയത്തില്ല, അതുപോലെ വിടാത്ത ഉടുമ്പ് പിടിക്കുന്ന പോലത്തെ ഒരു മനസ്സ് അവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും ദലീലയുടെ അടുക്ക വരികയാണ്. ദലീലയുടെ അടുക്ക വന്നിട്ട് ദലീല അവസാനം ഇതുപോലെ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശിംശോൻ പറഞ്ഞുപോയി, എൻ്റെ മുടിയിൽ ഇതുവരെ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ലെന്ന്. അന്ന് ശിംശോന്, ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം, 16:19. അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, ശക്തി അവനെ വിട്ടുപോയി. അവൾ അവനെ മടിയിൽ കിടത്തി. 4ാമത്തെ ഉറക്കമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ്. ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇസ്രയേലിന്റെ സൈന്യത്തിന്റെ ലീഡറാണ്, ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ജഡ്ജാണ്, ആത്മാർത്ഥമായിട്ട് ഇസ്രയേലിനെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ ഒരു മോറൽ വീക്ക്നെസ്, ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആളുടെ ഈ മോറൽ വീക്ക്നെസ്, ഈ ഇമോഷണൽ എൻറ്റാങ്കിൾമെന്റ് ദലീലയുടെ മടിയിൽ കിടത്തി ഉറക്കി അല്ലേ. സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ്, അറിഞ്ഞോണ്ട് അല്ലേ. നമുക്ക് ചിലവർ പറയും ഇത് ചെയ്യല്ലേ, ഈ അഡിക്ഷൻ നല്ലതല്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും തെറ്റാണ്, ഇത് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ബന്ധങ്ങളെ തകർക്കും, എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും എന്നൊക്കെ അറിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലത്തെ സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ് എന്നെഴുന്നേൽക്കും അല്ലേ. ദലീല അവിടെ മടിയിൽ കിടത്തി ഉറക്കിയിട്ട് ആളെ ബാർബറെ വിളിപ്പിച്ച് ആ ജടയെല്ലാം എടുപ്പിച്ചു. വൺ ഓഫ് ദി സാഡസ്റ്റ് സ്റ്റോറീസാണ് നമ്മളത് വായിക്കുമ്പോഴത്തെ. കാരണം ഇത്ര ശക്തമായിട്ട് ഫെലിസ്ത്യർക്കെതിരെ യുദ്ധം നയിച്ച ഈ മനുഷ്യൻ ആ സ്ത്രീയുടെ മടിയിൽ എല്ലാ ശക്തിയും ചോർന്നു പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെ ആൾക്കാരെ വിളിച്ചപ്പം ശിംശോൻ പഴയ പോലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ശിംശോൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഫെലിസ്ത്യർ ദലീലയുടെ ആ മുറിയിലിട്ട് ശിംശോന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു, 2 കണ്ണും ചൂഴ്ന്നെടുത്തു. ശക്തി പോയി കഴിഞ്ഞാൽ അല്ലേ, കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് അവനെ വലിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ട് അടുത്ത ജോലി കൊടുത്തു, മാവാട്ടാനുള്ളൊരു ജോലി. ഇവർക്ക് വലിയ സന്തോഷമായി, ഫെലിസ്ത്യർക്ക് സെലിബ്രേഷനാണ്. ഞങ്ങളുടെ ദേവനായ ദാഗോനാണ് ഈ ശിംശോനെ, ഇത്രയും ശക്തിയുള്ള ശിംശോനെ ഇപ്പം ഞങ്ങളുടെ ജയിലിൽ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് മാവാട്ടിക്കൊണ്ടിരിക്കുക. ശിംശോന്റെ അവസ്ഥയൊന്ന് ആലോചിക്കുക. ഈ സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ് നമ്മൾ വിചാരിക്കും ആ ഒരു സമയത്ത് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ അതെവിടെ കൊണ്ടെത്തിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ശിംശോന് ആ ഒരു സെക്കൻഡിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നെങ്കിലോ. പക്ഷെ ശിംശോന് അന്ന് അവർ തീരുമാനിച്ചു, ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരു മാളികയുണ്ട്, അവിടെ വലിയൊരു വിരുന്ന് നയിക്കണം. ശിംശോനെ നമുക്ക് അവിടെ പരിഹസിക്കാൻ, ഇവർ ഒരു ആളോട് ചെയ്യാവുന്ന ഏറ്റവും മോശമായ രീതിയിൽ ശിംശോനെ അപമാനിക്കാൻ തീരുമാനിച്ചു. കണ്ണ് കാണാത്ത പഴയ ആ മല്ലനെ ഒരു വേലക്കാരൻ ഇങ്ങനെ കൊണ്ടുവരുക, ആ ക്ഷേത്രത്തിൻ്റെ മാളിക മുറിയിൽ കൊണ്ട് നിർത്തിയപ്പം ശിംശോൻ പതിയെ ആ ജോലിക്കാരനോട് ചോദിച്ചു, ഇതിൻ്റെ തൂണെവിടെ, എനിക്കൊന്ന് ചാരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ക്ഷേത്രത്തിലെ 2 തൂണുകളും കണ്ണ് കാണാത്ത ശിംശോൻ സ്പോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ശിംശോനെ ഇവർ പരിഹസിക്കുവാനും, നിങ്ങളത് വായിച്ചു നോക്കാം, ജഡ്ജസ് ചാപ്റ്റർ 16. ഇവർ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ നാണക്കേടും സഹിച്ചിങ്ങനെ നിൽക്കുമ്പം ശിംശോൻ അവസാനമായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു പ്രാവശ്യവും കൂടെ എനിക്ക് ആ ശക്തി തരണം, ഞാൻ ഈ ഫെലിസ്ത്യരോടുകൂടെ നശിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ശിംശോൻ ചങ്ക് പൊട്ടി വിളിച്ചിട്ട് അല്ലേ. നമ്മളൊന്ന് ആലോചിക്കുക, ഇസ്രയേൽ എന്ന രാജ്യത്തെ രക്ഷിക്കാൻ ദൈവം നിർത്തിയ ഒരു മനുഷ്യനായിരുന്നു. ഒരു സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ് ഫെലിസ്ത്യരുടെ പരിഹാസപാത്രമാക്കിക്കൊണ്ട് നിർത്തും. ആ ദേശം അപമാനിക്കപ്പെട്ടു, ആ ദൈവം അപമാനിക്കപ്പെട്ടു. ശിംശോൻ പറഞ്ഞു, ഞാനും ഫെലിസ്ത്യർ ഇവിടെ തീരട്ടെന്ന് പറഞ്ഞ് ആ 2 തൂണിലും പിടിച്ചിട്ട് ദൈവം ആ സമയത്ത് ആ ശിംശോൻ ആ ശക്തി തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. ശിംശോൻ ഒരു വലിക്കുകയും ആ മാളിക മുറി ഇടിഞ്ഞു വീഴുന്നതും ജഡ്ജസ് ചാപ്റ്റർ 16 നമുക്ക് വായിക്കാൻ സാധിക്കും. 3000 പേര് ആ മാളിക മുറി ഇടിഞ്ഞു വീണ ആ സംഭവത്തിൽ കൊല്ലപ്പെടുകയാണ്. അതായത് ശിംശോൻ ജീവിച്ചിരുന്നപ്പം എത്ര പേരെ കൊന്നു, അതിലും അധികം പേരെയാണ് ആ മരണത്തിൽ കൊന്നത്. പക്ഷേ
ഒരു വേസ്റ്റഡ് ലൈഫ് അല്ലേ? എങ്ങനെ ഒരു നല്ല ജഡ്ജാകാവുന്ന ജീവിതമായിരുന്നു ഒരു സ്ലീപ്പ് ഓഫ് കോംപ്രമൈസ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചത്, വ്യസനത്താലുള്ള ഉറക്കം നമുക്ക് വരാം, സ്ലീപ്പ് ഓഫ് വറി അല്ലേ? വേദന കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോകാം, നമ്മൾ തളർന്നിട്ട് ഉറങ്ങിപ്പോകാം, എക്സോഷൻ കൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിപ്പോകാം. മതി കർത്താവേ എന്ന് പറഞ്ഞ് ഏലിയാവിനെ പോലെ ഉറങ്ങിക്കിടക്കാം അല്ലേ? യോനയെ പോലെ അനുസരണക്കേട് കാണിച്ചിട്ട് എനിക്ക് പറ്റത്തില്ല ദൈവം പറയുന്നത് കേൾക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉറങ്ങാം. ഇനി ഷിംഷോനെ പോലെ കോംപ്രമൈസ് ചെയ്തിട്ട്, അറിയാം തെറ്റാണെന്നറിയാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ എൻറ്റാങ്കിൾമെൻറ്റിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റില്ലെന്ന് ചിന്തിച്ച് ഷിംഷോനെ പോലെ ദലീലയുടെ മടങ്ങിൽ ഉറങ്ങിപ്പോകരുത്. ഒരു അഡിക്ഷൻസും നിങ്ങളെ കൊണ്ടുപോകരുത്. സ്ലീപ്പ് ഓഫ് എൻറ്റാങ്കിൾമെൻറ്റുകളിൽ നിന്ന്, കോംപ്രമൈസുകളിൽ നിന്ന് പുറത്തു വരിക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരോട് പറഞ്ഞു, മതി, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങിക്കടന്നാൽ മരിച്ചതിന് തുല്യ. നമ്മൾ ജീവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി അല്ലേ? ഉറങ്ങുന്നവൻ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രകാശിക്കണം. അപ്പം എന്തു ചെയ്യും? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല ഉറക്കമല്ല പറഞ്ഞത്, ഇങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഉറക്കത്തിൽ, വ്യസനത്തിൻ്റെതോ തളർന്നതോ അനുസരണക്കേടിൻ്റെയോ കോംപ്രമൈസിൻ്റെയോ ഉറക്കത്തിലാണെങ്കിൽ തട്ടി ഉണർത്തട്ടെ. വേക്കപ്പ് കോളാണിത്. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പ്രകാശിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ ലൈറ്റ് നമ്മളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.